നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന അശോകമരം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ശോകനാശം, അശോകം, അപശോകം, വിശോകം എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. ഗൗതമബുദ്ധൻ ജനിച്ചതും ജൈനമത സ്ഥാപകനായ വർദ്ധമാന മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചതും രാമായണത്തിൽ ഹനുമാൻ സീതയെ കണ്ടതും അശോകമരച്ചുവട്ടിലാണെന്ന് വിശ്വസിച്ചു വരുന്നു. അശോകത്തിൻ്റെ മരപ്പട്ട, വേരിന്മേൽ തൊലി, പൂവ് എന്നിവയൊക്കെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ ശമിപ്പിക്കാൻ ഉപയോഗിച്ചു വരുന്നു. ചെത്തിപ്പൂവിനോട് സാദൃശ്യമുള്ള അശോകച്ചെത്തിയുടെ പൂവുകൾ വിടർന്നു വരുമ്പോൾ ഓറഞ്ച് നിറത്തിലും ശേഷം ചുവപ്പ് നിറത്തിലേക്കും മാറുന്നതായി കാണാം. ആരെയും ആകർഷിക്കുന്ന കുലകളായി കാണപ്പെടുന്ന മനോഹരമായ പുഷ്പങ്ങളാണ് ഇവയ്ക്കുള്ളത്. അശോകച്ചെത്തിയുടെ പൂവുകൾ വെളിച്ചെണ്ണയിലിട്ട് കാച്ചി മുടിയുടെ ആരോഗ്യത്തിന് ഉപയോഗപ്പെടുത്താം. പൂവ് ചതച്ച് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ച് ശരീരത്തിൽ തേക്കുക വഴി ത്വക്ക് രോഗങ്ങളുടെ ശമനത്തിനും ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്.